നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 25-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 10-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രവും ഉത്രം നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. ഉത്ര നക്ഷത്രം തിങ്കളാഴ്ച എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. ആഴ്ച ആരംഭമാണ്. ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ദിവസം തന്നിരിക്കുകയാണ് പ്രകൃതി. അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാമെന്നെങ്കിൽ പറഞ്ഞ് നക്ഷത്രം കൂടി കൊള്ളാവുന്നേ, രണ്ടും ഒത്തു വന്നിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ദിവസം എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാം. ഉഴപ്പിയിരിക്കരുത്. എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ തുനിയാൻ പറ്റുന്ന സമയമാണ്. അത് ജോലി കാര്യങ്ങൾക്കായാലും ശരി, മറ്റാരെങ്കിലും കാണാനായിട്ടായാലും ശരി, എന്തെങ്കിലും എഗ്രിമെൻ്റ് ഒപ്പിടാനായിട്ടായാലും ശരി, നമുക്ക് ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ഒരു ദിവസമാണ് ഇന്നെന്നറിയുക. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഉത്രം നക്ഷത്രം, വൃശ്ചിക മാസത്തിലെ ഉത്രം നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് സന്തോഷപ്രദമായ പല അവസ്ഥകളും വന്നു ചേരും. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, ഉയർച്ചയ്ക്കിട വരും. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, ഉയർച്ച വന്നു ചേരും. മാത്രമല്ല, വീട് വെക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ഉഴപ്പിയിരിക്കരുത്. വീട് വെക്കാൻ നമുക്ക് നടക്കുന്നില്ല, കുറേ കാലമായിട്ട് ട്രൈ ചെയ്ത് നടക്കാതെ നമ്മൾ മാറി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ വീട് വാങ്ങാൻ പറ്റും, വീട് പുതുക്കി പണിയാൻ പറ്റും. ഗ്രഹം തുടങ്ങിയിട്ട് വഴിയിൽ കിടക്കുന്നവർ അത് പൂർത്തീകരിക്കാൻ പറ്റും. ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അതേപോലെ തന്നെ വാർഷിക ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയാണ്. ഇതിനെല്ലാം ഉപരി വിദേശത്ത് ജോലി വാങ്ങാനോ കുറച്ചുകൂടി നല്ല ജോലിക്ക് ശ്രമിക്കാനോ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും മാറി നിൽക്കരുത്. ഓരോ കാര്യത്തിന് ഇറങ്ങണം, അത് വിജയത്തിലേക്ക് വരും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതാണ്. വാർഷിക ഫലം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഓരോ കാര്യത്തിന് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് പോകുന്നവർ രാഹുകാല സമയം കൂടി നോക്കിയിട്ട് വേണം പോകാൻ. രാഹുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. രാഹുകാലം ശരിക്കും പറഞ്ഞാൽ യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. രാഹു എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ 1.5 മണിക്കൂറോളം സമയം നാഗരുണർന്നിരിക്കും. ആ സമയത്ത് നമ്മൾ യാത്ര തിരിച്ചാൽ നാഗര് നമ്മളെ ദൃഷ്ടി ചെയ്യും. നാഗര് ദൃഷ്ടി ചെയ്യാൻ എന്ത് ചെയ്യും? നമ്മൾ എഴയും. രാഹു പാമ്പ് പോകുന്ന പോലെ ആയിപ്പോവും നമ്മളെ യാത്ര. സമയത്തിനൊന്നും ഒരു കാര്യവും പൂർത്തീകരിച്ചിട്ട് വരാൻ പറ്റത്തില്ല. ചുമ്മാ കിടന്ന് എഴയും. 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യം 3 മണിക്കൂറായാലും നമുക്ക് പൂർത്തീകരിക്കാം. പോകാൻ അടുത്ത ആളിനെ കാണാതെ വന്നാലും മതി. അപ്പോൾ ഇങ്ങനെ ഇട്ട് ഇഴയ്ക്കും. അതുകൊണ്ടാണ് രാഹുകാല സമയം നോക്കി പോകണം. രാഹുകാലം പറഞ്ഞത് 7:53 തൊട്ട് 9:19 വരെ രാഹുകാല സമയമുണ്ട്. കണ്ടറിൽ 7 തൊട്ട് 9 മണി വരെ നീട്ടിട്ടുണ്ട്. അപ്പോൾ 7:53 ആകുമ്പോഴേ തുടങ്ങുകയുള്ളൂ. 9:13 വരെ ഉണ്ട്. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് ശരിക്കും 1:38 തൊട്ട് 3:04 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 10:45 തൊട്ട് 12:12 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കാം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് ജാതക ഇന്നത്തെ സമയപ്രകാരം 11:47 തൊട്ട് തുടങ്ങും. 12:35 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും ഒക്കെ വസ്ത്രധാരണം ശ്രദ്ധിച്ചോളുക. വെള്ള തുണിയോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിൽ ഉള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഉത്തമമായിരിക്കും. അത് ഷർട്ടായിട്ടോ പാൻ്റായിട്ടോ ഷോളായിട്ടോ ബ്ലൗസായിട്ടോ ചുരിദാറായിട്ടോ ഒക്കെ ധരിച്ചോളുക. ഇതൊന്നും ബൈ ചാൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ഇടാൻ സാധിക്കില്ല എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു വെളുത്ത തുണി കരുതുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ നല്ല ദിവസമാണ്. എല്ലാവർക്കും ആ നല്ല ദിവസത്തിൻ്റെ ഫലം കിട്ടട്ടെ എന്ന്
പ്രകൃതി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.